ഉത്സവങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മൾ ഓരോരുത്തരുടെയും സന്തോഷമാണ്. ഓരോ മനുഷ്യൻ്റെയും സന്തോഷമാണ് ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. അത് സമൂഹത്തിൻ്റെ സന്തോഷമാണ്. ആ ഉത്സവങ്ങൾക്ക് ചെണ്ടയും മേളവും ആനയും അമ്പാരിയും വെടിക്കെട്ടും എല്ലാം ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീല് വേറൊരു വൈബാണ്. അതിൽ ആനയെ മാറ്റി നിർത്താനായിട്ട് നമുക്ക് ഒരിക്കലും പറ്റില്ല. അത് കാലാകാലങ്ങളായിട്ട് നമ്മൾ പിന്തുടരുന്ന ഒരു ആചാരമാണ്, അനുഷ്ഠാനമാണ്. അതിനെ തകർക്കാനായിട്ട് ആർക്കും ശ്രമിക്കാൻ പറ്റില്ല, അതിന് തകർക്കാനായിട്ടും പറ്റില്ല. ആനയില്ലാതെ എന്ത് ആഘോഷം അല്ലേ? ആന ഇങ്ങനെ 10ഉം 15ഉം ആനകൾ ഇങ്ങനെ നിരനിരയായി നിന്ന് നെറ്റിപ്പട്ടുമെല്ലാം വെച്ച് നിന്ന് ഉത്സവം ചെണ്ടയും മേളവും ഒക്കെ ഇങ്ങനെ കൊട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് അത് വേറൊരു ഫീലാണ്. ശരിയല്ലേ? സിംഹത്തെയും കടുവയും പോലെ തന്നെ ഒരു വന്യമൃഗമാണ് ആന. ഈ ആനയെ ഉത്സവങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് അതിനെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ എന്താണ് സാധാരണക്കാരനായ മനുഷ്യന് കിട്ടുന്നത്? വളരെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആനയെ പിടിച്ചു കൊണ്ടുവന്ന് ഉത്സവങ്ങളിൽ കൊണ്ട് നിർത്തി അവിടെ ചെണ്ടയും ബഹളവും വെടിക്കെട്ടുമൊക്കെ ആയിട്ട് ആനയെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്ത് സന്തോഷമാണ് നമ്മൾ മനുഷ്യർക്ക് കിട്ടുന്നത്? ഇപ്പോൾ പട്ടിയോ പൂച്ചയോ പശുവിനെയോ പോലെയോ അരുമ ജീവിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒന്നല്ല ആന, അല്ലേ? അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലുള്ള അഭിപ്രായം നമ്മുടെ നാട്ടിലിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആനയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ ശാസ്ത്രീയ വശം എന്താണ്? ആനയെ നമുക്ക് ഉത്സവങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കണോ? കാലാകാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു കാലത്ത് നമ്മൾ ആനയെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എത്രത്തോളം അത് ഭീഷണിയാവുന്നുണ്ട്, ജീവന് ഭീഷണിയാവുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. പലർക്കും പല അഭിപ്രായങ്ങളാണ്. പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ ആനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട ഈ ആനയുടെ ഒരു 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 അവരുടെ ആ ഒരു രൂപവും അതുപോലെ തന്നെ അവരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുള്ള ചില ശാസ്ത്രീയ വശങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ആനയുമായി ബന്ധപ്പെട്ടുള്ള ചില സയൻറ്റിഫിക്കായ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ സാറ്റർഡേ സവാരിയിലൂടെ സംസാരിക്കാനായിട്ട് പോവുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം സാറ്റർഡേ സവാരിയിലേക്ക്. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ സുനിൽ. എന്നോടൊപ്പം ഈ ആനയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പറയാനായിട്ട്, നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ പറയാനായിട്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ടുള്ള ശിവശങ്കർ വി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം സാറ്റർഡേ സവാരിയിലേക്ക്. സർ നമസ്കാരം, സ്വാഗതം സാറ്റർഡേ സവാരിയിലേക്ക്. നമസ്കാരം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ആനയുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ അഭിപ്രായം ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ആനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാം. ആന എങ്ങനെയുള്ള ജീവിയാണ്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. നമുക്കറിയാം കരയിൽ തന്നെ ഏറ്റവും വലിയ ജീവിയാണ് ആന എന്നറിയാം. ആനയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മകനെ പോലെ, ഏട്ടനെ പോലെ, അനിയനെ പോലെയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ ആനയെ പേടിക്കുന്ന ഒരുപാട് ആൾക്കാരുമുണ്ട്. അതുപോലെ തന്നെ ആനയെ സംരക്ഷിക്കണം, എന്നുവെച്ചാൽ ഇങ്ങനെ ഉത്സവങ്ങൾക്കൊന്നും കൊണ്ടുവന്ന് അതിനെ പേടിപ്പിക്കരുത് എന്ന് പറയുന്ന ഒരു പറ്റം ആനപ്രേമികളും ഉണ്ട്. ആനയെ അടുത്തു കൊണ്ടുവന്ന് അവയെ ഉത്സവങ്ങൾക്ക് കൊണ്ടുവന്ന് അവയെ ആരാധിക്കുന്ന ഒരുപാട് ആരാധനാ കഥാപാത്രങ്ങളുമുണ്ട്. ശരിക്കും ആനയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ആന എങ്ങനെയുള്ളൊരു ജീവിയാണ്? മനുഷ്യനുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ഒരു ജീവിയായിട്ടാണോ ആനയെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ പ്രകൃതി? അതിനെക്കുറിച്ചൊന്ന്. ബേസിക്കലി ആന എന്ന് പറയുന്നത് ഇറ്റ്സ് എ വൈൽഡ് അനിമൽ. ഒരു വന്യമൃഗമാണ് ആന. അതിപ്പം നാട്ടാന ആയിക്കോട്ടെ കാട്ടാന ആയിക്കോട്ടെ. കാട്ടിൽ ജീവിക്കുന്നതുകൊണ്ട് അതിനെ കാട്ടാന എന്നും, നാട്ടിൽ ജീവിക്കുന്നതുകൊണ്ട് മനുഷ്യർക്കിടയിൽ ജീവിക്കുന്നതുകൊണ്ട് അതിനെ നാട്ടാന എന്നും പറയുന്നു. ബട്ട് എല്ലാ ആനകളും ബേസിക്കലി ഇറ്റ്സ് എ വൈൽഡ് അനിമൽ. അതാണ് ആനയുടെ ബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വന്യത അതിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അത് കാട്ടിലും നാട്ടിലും ഉള്ള ആനകൾക്കുണ്ട്. സോ പിന്നെ മനുഷ്യനുമായിട്ടുള്ള ഇടപഴകൽ സംബന്ധിച്ച് ഇത് പശുവിനെ പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ എരുമയെ പോലെയോ പട്ടിയെ പോലെയോ പൂച്ചയെ പോലെയോ അല്ല. ഇറ്റ്സ് നോട്ട് ഡൊമസ്റ്റിക്കേറ്റഡ്. അത് നമ്മൾ ടേം ചെയ്യുന്ന ഒരു മൃഗമാണ് ആന എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിപ്പിച്ച് ശീലിപ്പിച്ച് അതിനെ മനസ്സിലാക്കി കൊണ്ടു നടക്കുന്ന ഒരു ജീവിയാണ്. അതിനോട് ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം മനസ്സുകൊണ്ട് അടുത്ത് അതിനെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ജീവിയാണ് ആന എന്ന് പറയുന്നത്. അങ്ങനെയാണ് മനുഷ്യർക്കിടയിലേക്ക്, അല്ലെങ്കിൽ ഇപ്പം ഒരു ആനക്കാരന് വിശ്വാസത്തോടെ തൻ്റെ ആനയുടെ കൊമ്പ് പിടിച്ച് നടക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ആദ്യം ആധിപത്യം സ്ഥാപിച്ച് അതിനുശേഷം മനസ്സുകൊണ്ടൊരു ഇണക്കം വന്ന് എന്നിട്ട് കൊണ്ടു നടക്കുന്നു. ഓക്കെ. നമ്മൾ പൊതുവേ പറയാറുണ്ട് ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ല് എപ്പോഴും പറയാറുണ്ടല്ലോ. ശരിക്കും ആനയ്ക്ക് അതങ്ങനെ തന്നെയാണോ? ആനയുടെ ഒരു ശക്തി ആനയ്ക്ക് അറിയാത്ത
ഒരു ജീവിയാണോ? ആനയ്ക്ക് ആനയുടെ ശക്തി അറിയാഞ്ഞത് കൊണ്ടല്ല. ആനയ്ക്ക് ആനയുടെ ഓരോ ഭാഗത്തിൻ്റെ ഉപയോഗങ്ങളും അല്ലെങ്കിൽ തനിക്കുള്ള കഴിവുകളെക്കുറിച്ചും ആന അറിഞ്ഞോ അറിയാതെയോ ബോധവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ആന ഇപ്പം ഉദാഹരണം നമ്മൾ പറയാറുണ്ടല്ലോ, എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ വരികയാണെങ്കിൽ ആന തൻ്റെ തുമ്പിക്കൈ ഉപയോഗിച്ച് നീക്കി മാറ്റി പോവാറുണ്ട്, അല്ലെങ്കിൽ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് പോവാറുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു പുൽക്കൊടി പോലും അത്രയും പോകുന്ന പേശികൾ അടങ്ങിയ തുമ്പിക്കൈ കൊണ്ട് ചെറിയൊരു പുൽക്കൊടി പോലും എടുക്കാറുണ്ട്. കാരണം അതൊക്കെ ആനയെ സംബന്ധിച്ച് ആനകൾക്ക് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് അല്ലെങ്കിൽ കഴിവുകൾ തന്നെയാണ്. ആനയുടെ കഴിവുകളെക്കുറിച്ച് ബോധവാനാണ്. എന്നിരുന്നാലും ബാക്കിയുള്ള മൃഗത്തിനേക്കാൾ, ലൈക്ക് ഇപ്പം മനുഷ്യൻ കഴിഞ്ഞാൽ ബാക്കി കുറച്ച് മൃഗങ്ങളെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ ബുദ്ധിപരമായ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിയായിട്ടാണ് ആനയെ കാണുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ ആന മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ ആനയെ ടേം ചെയ്യാൻ പറ്റുന്നതും അതുകൊണ്ടാണ്. ഇപ്പം ഒരു കടുവയോ ഒരു പുലിയോ ഒരു സിംഹത്തിനൊക്കെ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ആന അതിനേക്കാൾ ഉപരി ഒരു പടി മുന്നിലോട്ട് നിൽക്കുന്നത് അതിന് ആ ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ വന്യമൃഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സിംഹം, പുലി അതൊക്കെ നമ്മളെ ഉപദ്രവിക്കും. നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഉപദ്രവിക്കാതെ തന്നെ നമ്മളെ ഉപദ്രവിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ആന എങ്ങനെയാണ് നമ്മളെ ഉപദ്രവിക്കുന്നത്? ആ ഒരു സെന്റൻസ് തന്നെ ഞാൻ ചിലപ്പോൾ എതിർക്കും. കാരണം വന്യമൃഗം എന്ന് പറയുന്നത് നമ്മളെ മനുഷ്യരെ കാണുമ്പോഴേക്കും കടിച്ചു കീറാൻ വരുന്ന ഒന്നുമല്ല. അതിൻ്റെ സ്റ്റൈൽ അല്ലെങ്കിൽ ഏതൊരു മൃഗത്തിനെ സംബന്ധിച്ചും അതിനൊരു ക്വയറ്റ് ഫെയർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, താങ്കൾ കാട്ടിലേക്ക് പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ കാട്ടിലൂടെ ഇപ്പോൾ ഒരു ടൂറിസം സ്പോട്ടിൽ പോകുമ്പോൾ ഒരു കൂട്ടം മാനുകൾ നിന്ന് മേഞ്ഞുകൊണ്ട് നിൽക്കണ്ടാവും. അപ്പം നമ്മൾ അതിൻ്റെ ഭംഗി കണ്ട് ആസ്വദിച്ചുകൊണ്ട് നിൽക്കട്ടാവും. നമ്മൾ കുറച്ചുകൂടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അടുത്തേക്ക് പോകും. അപ്പോൾ എന്താവെന്ന് വെച്ചാൽ അതിൽ ഗാർഡായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ ഗാർഡ് ചെയ്യുന്ന ഒരു മെമ്പറോ 2 മെമ്പറോ പെട്ടെന്ന് ആ ഗ്രേസിങ് നിർത്തിയിട്ട് നമ്മളെ ഒന്ന് നോക്കും. ഏതോ ഒരാൾ പുതിയൊരാൾ അപ്രോച്ച് ചെയ്യുന്നു, വെദർ ഈസ് ഓക്കെ എന്നുള്ളത്. എന്നിട്ടും നമ്മൾ അതും കഴിഞ്ഞ് വീണ്ടും കുറേ കൂടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ആ ചെയ്യുന്ന പ്രവൃത്തി ആ കൂട്ടം നിർത്തി പെട്ടെന്ന് തന്നെ അലേർട്ടാവും. പിന്നെയും നമ്മൾ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് പോവുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഓടി മറിയും, പേടിച്ചിട്ട്. അപ്പം അതല്ലാതെ നമ്മളെ കണ്ട ഉടനെ തന്നെ ഓടി മറിയുക അല്ലെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഏതൊരു അനിമലാണെങ്കിലും ഒന്ന് അവർ കെയർ ചെയ്യും കൂടുതൽ. ഇപ്പം നമ്മളാണെങ്കിലും, ഇപ്പോൾ താങ്കൾക്ക് മോനോ മോളോ ഉണ്ടെങ്കിലും തിരക്കുള്ള റോഡിലൂടെ ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻവോളണ്ടറി ആയിട്ട് നമ്മൾ കൈ ഒന്ന് മുറുകെ പിടിക്കും. അതെന്താണെന്ന് വെച്ചാൽ അതൊരു ഗാർഡാണ് അല്ലെങ്കിൽ ഒരു പാരന്റൽ ഹുഡാണ്. അത് തന്നെയാണ് മൃഗങ്ങൾക്കുള്ളത്. അപ്പം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മാക്സിമം ഡിസ്റ്റർബൻസ് ഇല്ലാതെ അല്ലെങ്കിൽ പെട്ടെന്ന് സേവ് ചെയ്യാനായിട്ടൊക്കെ ചിലപ്പോൾ നമ്മളെ കണ്ട് പേടിച്ചോ അല്ലെങ്കിൽ നമ്മൾ അതിനെ ആക്രമിക്കാൻ വന്നതാണ് എന്നൊക്കെ കരുതി പെട്ടെന്ന് ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലാതെ മനുഷ്യനെ കാണേണ്ട താമസം ഏതൊരു മൃഗവും കടിച്ചു കീറാനൊന്നും അങ്ങനെ വരുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു അത്. ആ ഒരു ധാരണ ശരിയല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഞങ്ങൾ വനം വകുപ്പിൽ ബീറ്റൊക്കെ പോകുമ്പോൾ നമ്മൾ നടന്ന് തന്നെയാണ് ഇപ്പോൾ ടൈഗർ റിസർവിലൊക്കെ പോകാറ്. അപ്പോൾ കടുവയൊക്കെ കാണുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും കടിച്ചു കയറാനൊന്നും വരില്ല. എന്നാലും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു അനിമൽ തന്നെയല്ലേ വൈൽഡ് അനിമൽ? ഒബ്വിയസ്ലി വൈൽഡ് അനിമൽ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സാധനങ്ങൾ തന്നെയാണ്. കാരണം അത് അതിൻ്റെ വൈൽഡ്നെസ് എപ്പോഴും ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്താൽ മാത്രം മതി. അതായത് കാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ഗസ്റ്റ് ആണെന്ന് കരുതി പോവുക. അവരുടെ ഒരു സാമ്രാജ്യമാണ്. ഇപ്പം നമ്മൾ അറിയാത്തൊരു വീട്ടിലേക്ക് കയറി പോകുമ്പോൾ നമ്മൾ ചില ആതിഥ്യ മര്യാദകൾ പാലിക്കില്ലേ? അപ്പം ഞാൻ പെട്ടെന്ന് താങ്കളുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഞാൻ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ, അത് പാലിക്കുക. താങ്കളാണ് ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ എന്ന് എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഹലോ ഹായ് എന്താണ് എന്നും ആ ഒരു മര്യാദ ഞാൻ പാലിക്കില്ലേ, ആ മര്യാദ കാട്ടിലേക്ക് കയറുമ്പോഴും നമ്മൾ പാലിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ. പലപ്പോഴും നമ്മൾ ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ട് ആന പാപ്പാനൊക്കെ ആനയുടെ താഴെ കിടന്നുറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അത്രയും വിശ്വാസത്തോടു കൂടി അതേ പാപ്പാനെ ഉപദ്രവിക്കുന്ന വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ 2 സ്വഭാവം ആന കാണിക്കുന്നത്? കാര്യം അത്രയും സ്നേഹം കാണിക്കുന്നത് പോലെ തന്നെ അത്രയും ഉപദ്രവിക്കുകയും ചെയ്യും ആന, അല്ലേ? എന്തുകൊണ്ട് 2 സ്വഭാവം? അതായത് ആനയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുന്ന പാപ്പാമാർ പറഞ്ഞിരിക്കുന്നത്, അത് എക്സ്പീരിയൻസ് ഉള്ള പാപ്പാമാരുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആനയുടെ സ്വഭാവം അല്ലെങ്കിൽ ആനയുടെ രീതികൾ എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളെ പോലെയാണ്. നമ്മളുടെ ഇപ്പോൾ ഒരു 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികളെ പോലെയാണെന്നാണ് അവർ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആനകൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അതായത് ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയും എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കൊച്ചുകുട്ടികൾ ചിലപ്പോൾ ചില സാധനങ്ങൾ കണ്ടാൽ പെട്ടെന്ന് വാശി പിടിക്കും, അല്ലെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ഒന്ന് മാറി നിൽക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തള്ളി മാറ്റും. ഞാൻ അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ബലം പിടിച്ചൊക്കെ പോകും. ഇതേപോലെ തന്നെയാണ് ആനയുടെ സ്വഭാവ രീതികളും. പിന്നെ ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് എ വൈൽഡ് അനിമൽ.
ഇറ്റ്സ് ദ മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ അനിമൽ ഓൺ ദിസ് എർത്ത് എന്നാണ് ആനയെക്കുറിച്ച് നന്നായി പഠിച്ച ഒരു വ്യക്തി തന്നെ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ. മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ അനിമൽ ഓൺ ദിസ് എർത്ത് എന്നാണ്. സോ ഇറ്റ്സ് എ വൈൽഡ് അനിമൽ ബേസിക്കലി. അത് കണ്ടറിഞ്ഞ് ഇപ്പം 2 വർഷം കൊണ്ടുവരുന്ന പാപ്പാനാണെങ്കിലും 10 വർഷം കൊണ്ടുവരുന്ന പാപ്പാനാണെങ്കിലും അവർ പറഞ്ഞു കേട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 100 ദിവസം ഞാൻ എൻ്റെ ആനയെ കൊണ്ടുവരുന്നു, 101ാമത്തെ ദിവസം ഞാൻ ആനടുത്ത് പോകുമ്പോൾ ആന പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും കാണിച്ചു തരും. അന്ന് വരെ കാണിക്കാത്ത എന്തെങ്കിലും ചെറിയൊരു സ്വഭാവം ഉണ്ടാവും. അപ്പോൾ അത് മുൻകരുതൽ എടുത്തിട്ട് വേണം എപ്പോഴും ആനയുടെ അടുത്ത്. അത്രയും മുൻകരുതൽ എടുത്തിട്ടാണ് പാപ്പന്മാർ തന്നെ പോവാറ്. അത് ആനയാണെന്ന് മനസ്സിലെപ്പോഴും വേണം ഒരു ആനയുടെ അടുത്ത് പോകുമ്പോൾ. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന, നമ്മൾ ദിവസവും തീറ്റ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കണ്ടാൽ ചിലപ്പോൾ ഒന്ന് ഇണക്കം മൂളുന്ന ജീവിയായിരിക്കാം. എന്നിരുന്നാലും നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഒരു ഉത്തമ ബോധ്യം വേണം, ദാറ്റ്സ് ആൻ എലഫൻറ്റ്. അതെ, അത് ഏറ്റവും വലിയ ജീവിയാണ്, അത് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. ആനയാണെന്നൊരു ബോധം മതി, അപകടം ഉണ്ടാക്കുന്നില്ല, ദാറ്റ്സ് സെക്കൻഡറി. ആനയാണെന്നൊരു ബോധം നമുക്ക് എന്നും വേണം. ഓക്കെ. ഈ ആനയോടുള്ള പ്രേമം ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, ഭയങ്കര ആന സ്നേഹികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആനയുടെ ചിത്രം, ഫോട്ടോ സ്റ്റാറ്റസ് ഇടുന്നു, അതുപോലെ തന്നെ ആനപ്രേമി സംഘം എന്ന് പറഞ്ഞുള്ള ഗ്രൂപ്പുകൾ കാണുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ മനുഷ്യന്മാരുടെ സ്നേഹം ആനയ്ക്ക് ആവശ്യമുണ്ടോ? ആനയ്ക്ക് കെയറിങ് തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം മനുഷ്യന്മാരുടെ കെയറിങ് ആവശ്യമാണ്. കാരണം നാട്ടാനകളെ സംബന്ധിച്ച് മനുഷ്യരുമായിട്ടാണ് അവർ ഇടപഴകുന്നത്. കാരണം ഇപ്പം ഒരു ഏരിയയിൽ ചിലപ്പം ഒരു ഉടമസ്ഥൻ്റെ കീഴിൽ ഒരു ആന ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ദേവസ്ഥന് കീഴിൽ ഒരു ആന ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതലും ആ ആന ബേസിക്കലി ഒരു സോഷ്യൽ അനിമലാണ്. ബാക്കി ആനകളുടെ അടുത്ത് ഇടപഴകുന്നതിനേക്കാൾ ഉപരി തൻ്റെ പാപ്പാന്മാരോ അല്ലെങ്കിൽ തനിക്ക് ദിവസവും തീറ്റ കൊണ്ടുതരുന്നതും വെള്ളം തരുന്നതുമായിട്ടുള്ള ആളുകളോ ഒക്കെ ആയിട്ടാണ് ആന ഇടപഴകുന്നത്. സോ അവരെ സംബന്ധിച്ച് തൻ്റെ കുഞ്ഞിനെ നോക്കുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും നോക്കിയേ പറ്റൂ. കാരണം ഒന്നാമത് ഇതിപ്പം നമ്മുടെ മാതംഗലീലയിൽ തന്നെ പറയുന്നുണ്ട്, ഒരു അധ്യായത്തിൽ, ശരിക്കും 11ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, അതിൽ പറയുന്നുണ്ട് കാട് ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പിടിച്ചു കൊണ്ടുവന്ന ആനകൾക്ക് വ്യസനം കൂടുതലായിരിക്കുന്നത്. അപ്പോൾ ആ അധ്യായം തന്നെ പറയുന്നത് അത്രയും വ്യസനപ്പെട്ടിട്ടാണ് ആനകൾ നിൽക്കുന്നതെന്ന്. സോ അങ്ങനെയുള്ള സമയത്ത്, അല്ലെങ്കിൽ അത്രയും വ്യസനത്തോടെ നിൽക്കുന്ന ഒരു ജീവിയെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും ഒരു മോനെ കെയർ ചെയ്യുന്ന പോലെ കെയറിങ് അത്യാവശ്യം തന്നെയാണ്. കെയറിങ് മാത്രമല്ല, സ്നേഹവും എല്ലാം. ഓക്കെ, ഈ ആന ഇത്രയധികം ചർച്ച ചെയ്യാൻ തന്നെ ഒരു കാര്യം അത് ഉത്സവങ്ങൾക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പുലിയും കടുവയും ചർച്ച ചെയ്യാത്തത് അതിപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളൊരു പെറ്റായിട്ട് കൊണ്ട് നടക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ആന നമ്മൾ ഉത്സവങ്ങളുടെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. നമ്മളുടെ ഒരു ഐതിഹ്യത്തിൻ്റെ, ചരിത്രത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ആന മാറിയിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയധികം ചർച്ചകൾക്ക് വഴിവെക്കുന്നത്. ശരിക്കും ആനകൾ ഉത്സവങ്ങളുടെ ഒരു ഭാഗമാകുന്നത് ഇപ്പോൾ സാർ അറിയുമെന്ന് എനിക്കറിയില്ല, എപ്പം മുതലാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാം. ഇപ്പം വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ കൊട്ടാരത്തിൽ ശങ്കരയുടെ ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട്. പിന്നെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ എഴുത്തിൽ, അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലുണ്ട് 16ാം നൂറ്റാണ്ടിൻ്റെ. പിന്നെ അതല്ലാതെ തന്നെ ഇപ്പോൾ നമ്മുടെ ആറാട്ടുപുഴ പൂരം മോർ ദാൻ 1000 years ആയി, 1000 years ഉള്ള പൂരമാണ്. അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ ആനകൾ ഉപയോഗിച്ചിരുന്നു എന്ന്. പിന്നെ തൃപ്പൂണിത്തുറ മതിൽക്കെട്ടിനകത്ത് പണ്ട് മുതലേ ആനകളെ ഉപയോഗിച്ചിരുന്നതായിട്ട് രേഖകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പണ്ട് മുതൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം കൊട്ടാരത്തിൽ ശങ്കരയുടെ ഐതിഹ്യമാലയിൽ തന്നെ ഓരോ സ്പെസിഫിക് ആനയെക്കുറിച്ചും ഓരോ കഥകളുണ്ട്. മറ്റേ നമ്മുടെ വൈക്കത്ത് തിരുനീലകണ്ഠൻ, അല്ലെങ്കിൽ അയ്യപ്പൻ, അങ്ങനെയുള്ള ഒരുപാട് ആനകളെക്കുറിച്ച്, കൊച്ചയ്യപ്പൻ, കോന്നിയിൽ കൊച്ചയ്യപ്പൻ, അങ്ങനെയുള്ള ആനകളെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് തന്നെ ഓരോരോ കഥകൾ തന്നെ ഉണ്ട്. കിടങ്ങൂർ കണ്ടങ്കോരൻ, അപ്പം അന്ന് അറൗണ്ട് 1880 ആ ടൈമിലാണെന്ന് തോന്നുന്നു, 1880 1890 ഐതിഹ്യമല്ല. അതിന് മുന്നേ ആണ് മറ്റേ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെയൊക്കെ ഉള്ളത്. അതെല്ലാം നോക്കുമ്പോൾ ഇറ്റ്സ് ദെയർ ഉണ്ട് അല്ലേ. കുറേ പതിറ്റാണ്ടുകളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് ആന ഈ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലും ഉള്ളതായിട്ട്. കാരണം പണ്ട് ഈ ഒറ്റക്കല്ലിലൊക്കെ തീർത്ത പല വലിയ വലിയ ശില്പം കാണാമല്ലോ. അപ്പോൾ അത്രയും വലിയ കല്ല് അത്രയും ഡിസ്റ്റൻസിലേക്ക് എത്തിച്ചതൊക്കെ ആനയെ വെച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് റൈറ്റിങ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഐതിഹ്യങ്ങളിലും ആനയ്ക്ക് പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും. അതെ, ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കണം. മഹാഭാരതത്തിൽ ഉണ്ട്, രാമായണത്തിലുണ്ട്, രാമായണം ബാലകാണ്ഡത്തിലുണ്ട്, മഹാഭാരതത്തിലുണ്ട്. ഇൻക്ലൂഡിങ് കൃഷ്ണന്റെ കാര്യങ്ങൾ പറയുമ്പോൾ കുവലയാപീഠം, കംസൻ കൃഷ്ണനെ കൊല്ലാൻ ഉപയോഗിക്കുന്നതിലൊന്ന് കുവലയാപീഠം എന്ന് പറഞ്ഞൊരു ആനയാണ്. അപ്പം അന്ന് മുതലേ ആനകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. വേദത്തില്, ഋഗ്വേദത്തിലുണ്ട്.
ഓക്കെ, നമുക്ക് അതൊക്കെ മാറ്റി നിർത്താം. അതൊക്കെ പിന്നെ നമ്മൾ എന്താ പറയുക, ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒക്കെ മാറ്റി നിർത്താം. നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യം ആണെന്ന് പറയാം അല്ലേ? പലപ്പോഴെങ്കിലും അതങ്ങനെ അപകടം ഉണ്ടാവാറുണ്ട് ഒരുപാട് പേരുടെ. അതായത് നമ്മൾ അപകടം ഉണ്ടാവുന്നു എന്നതിലുപരി നമ്മളൊന്നുകൂടെ കെയർ ചെയ്താൽ മതി, അപകടങ്ങൾ ഒഴിവാകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ആനയാണ്, ഇറ്റ്സ് എ വൈൽഡ് അനിമൽ. അതിന് വേണ്ട റെസ്റ്റ്, അതിന് വേണ്ട ഭക്ഷണം, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. പിന്നെ അടുത്തേക്ക് കയറി ചെന്ന് ആവശ്യമില്ലാതെ അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോരുത്. അതൊരു ജീവിയാണെന്നും അത് വന്യമൃഗമാണെന്നും അതൊരു ആനയാണെന്നുള്ള ബോധം, ഈ 3 സാധനങ്ങളും എപ്പോഴും നമ്മുടെ ഉത്തമ ബോധ്യത്തിൽ ഉണ്ടാവണം. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ഉത്സവങ്ങളുണ്ട്. ഈ ഉത്സവങ്ങൾക്കൊക്കെ ഇപ്പോൾ ആന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആനയുള്ള എത്ര ആനയാണെന്നൊക്കെയാണ് പലപ്പോഴും ചോദിക്കുക ഉത്സവങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത്. അപ്പോൾ ഉത്സവങ്ങളിൽ ഇപ്പോൾ ആനയെ കൊണ്ടുവരുന്നതും കൊണ്ടുവരാത്തതും ഒക്കെ നമുക്കത് ചർച്ച ചെയ്യേണ്ട. ഉത്സവങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ഉത്സവം കാണാനായിട്ട് പോകുന്ന ജനങ്ങളും കുട്ടികളും സ്ത്രീകളും ഒക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവില്ല. അവരെല്ലാം ഇങ്ങനെ ആനയെ ഒരു കൗതുകത്തോടെ നോക്കി അടുത്ത് പോയി വാലിൽ പിടിച്ച് വലിക്കുക, തുമ്പിക്കൈയിൽ തൊടുക, കൊമ്പയിൽ തൊടുക, ഫോട്ടോ അടുത്ത് പോയി എടുക്കുക, അത് ആനയെ അങ്ങ് മറികടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അവർക്ക് ഒരു രസം തോന്നിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉത്സവങ്ങൾക്ക് ആനയെ കൊണ്ടുവരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാക്സിമം ആനയുടെ അടുത്ത് പോയി ഇടപഴകാതിരിക്കുക. കീപ്പ് എ ഡിസ്റ്റൻസ്, ഒരു സേഫർ ഡിസ്റ്റൻസ്. കാരണം ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കൗതുകത്തിൻ്റെ പുറത്ത് ആന ഇങ്ങനെ എഴുന്നള്ളിച്ച് നടന്നു പോകുമായിരിക്കും. കൗതുകത്തിൻ്റെ പുറത്തായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും ചെന്ന് പുറകിലായിരിക്കും തൊടുക, മുന്നിലായിരിക്കില്ല തൊടുക. പക്ഷേ ആനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആനയെ അഷ്ടപ്രഹരണ എന്നാണ് പറയുക. അതായത് തൻ്റെ 8 ഭാഗങ്ങൾ കൊണ്ട് ആനയ്ക്ക് പ്രഹരിക്കാൻ പറ്റും. 2 കൊമ്പ്, ഒരു തുമ്പിക്കൈ, 4 കാല്, ഒരു വാല്. അപ്പോൾ ചിലപ്പോൾ മുന്നോട്ട് നടന്നു പോകുന്ന ആനയായിരിക്കും പിൻവശത്തെ കാലിന് അടിച്ചിട്ടിട്ട് പോകും. പിൻവശത്തെ കാലിന് അമരെന്നാ പറയാം. അപ്പോൾ ഒരാൾ പിന്നിൽ പോയി തൊട്ട് കഴിഞ്ഞാൽ ചില ആനകൾക്ക് ഇഷ്ടമല്ല, ഇറിറ്റേഷനാണ്. അപ്പോൾ ഇങ്ങനെ പാപ്പാനല്ലാത്ത വേറെ ആര് തൊട്ടാലും ആനയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. കാരണം ആനയ്ക്ക് പാപ്പാന് പിന്നെ അവനുൻ്റെ ദിവസവും തീറ്റയും വെള്ളവും തരുന്ന ഒരാളെ ആനയ്ക്ക് സ്മെല്ല് കൊണ്ടും ശബ്ദം കൊണ്ടും പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ബാക്കി ആരാണെങ്കിലും ആനയ്ക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പുറകിലൊക്കെ പോയി തൊടുമ്പോൾ ആന പെട്ടെന്നായിരിക്കും പിൻവശത്തെ കാലുമൊക്കെ അടിക്കുക. അപ്പം അല്ലെങ്കിൽ വാലിനടിക്കും. ഒരു വാലിന് അടി കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി ഒരു ചൂലിന് അടി കിട്ടിയ അത്രയും വേദന ഉണ്ടാവും ആ വാലിന്. അപ്പോൾ ഏത് തൻ്റെ അവയവങ്ങൾ കൊണ്ടും ആനയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് പെരുമാറാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പലവരും കണ്ടിട്ടുണ്ട്, കുഞ്ഞിനെയൊക്കെ എടുത്തിട്ട് അടുത്തേക്ക് പോകുന്നത്. ദാറ്റ്സ് ഡേഞ്ചറസ്. അപ്പോൾ മാക്സിമം ആനകളിൽ നിന്നൊരു അകലം പാലിക്കുക, അതാണ് നല്ലത്. പിന്നെ ആന കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അയ്യോ എന്നെ ആന തട്ടിയിട്ടു എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. നമ്മൾ പോയി ചോദിച്ചു വാങ്ങിക്കല്ലേ. ഇപ്പം പലരും സെൽഫി എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ക്യാമറയിലൊക്കെ ആയിരിക്കും നമ്മുടെ ഫോക്കസ്. ആന ചിലപ്പം ശ്രദ്ധിക്കില്ല. മുൻവശത്തൊരു മടലെടുത്ത് അടിച്ചാൽ മതി. അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു 2-3 വർഷം മുന്നേ ഒരു വീഡിയോ കാരണം ആന പാപ്പൻ അല്ല, സേവ് ദ ഡേറ്റ് അല്ല, അത് സേവ് ദ ഡേറ്റ് വേറെ. അത് ഒരു മടലെടുത്ത് വരനും വധുവും കൂടെ നടന്നു പോകുമ്പോൾ ഇടയിൽ കൂടെ ഒരു മടൽ പോകുന്നത്. അതല്ലാതെ ഇങ്ങനെ സെൽഫി എടുക്കാൻ പോയിട്ട് കടന്നടിക്കുന്നുണ്ടായിരുന്നു. ഒരു 2-3 വർഷം മുന്നേ തോന്നുന്നു. അതെന്തോ സീരിയസ് ഇഞ്ചുറി ഒക്കെ ആയിരുന്നു. അപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ സെൽഫി ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കും, നമ്മൾ ക്യാമറയിലായിരിക്കും ഫോക്കസ്ഡ്. ആനയെ സംബന്ധിച്ച് ആന അനങ്ങാതെ നിൽക്കുകയാണെങ്കിലും തുമ്പിക്കൈ താഴ്ത്ത് വർക്ക് ചെയ്യുന്നുണ്ടാവും. അതാ ഞാൻ പറഞ്ഞു, ആന അത് ശ്രദ്ധിക്കേണ്ട ഒരു മൃഗം തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും റെസ്പോണ്ട് ചെയ്യാം അല്ലേ? ആനയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രഗോപിയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സാണ് എന്നാണ് അതിനെക്കുറിച്ച് അതിൻ്റെ കൂടെ നടക്കുന്നവർ പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഓക്കെ, അത് നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കായിരിക്കും അപകടം ഉണ്ടാവുക. അതെ, ചിലപ്പം ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാനും താങ്കളും കൂടെ നടന്നു പോവുകയാണ്, എനിക്കൊരു ദേഷ്യം വന്നു, ഒന്ന് മാറി നിൽക്കുന്ന പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കൈ കൊണ്ട് പിടിച്ച് താങ്കളെ മാറ്റി നിർത്തും. ഞാൻ ഉപയോഗിക്കുന്ന ഫോഴ്സ് ആസ് എ മനുഷ്യൻ ഇത്ര ഉണ്ടാവുള്ളൂ. ഇതേ ആന ഉപയോഗിച്ചാലോ? അതെ അതെ, ശരിയാണ്. കൈ കൊണ്ട് ഒന്ന് മാറ്റി നിർത്തുകയായിരിക്കും ചിലപ്പോൾ. ഒന്ന് മാറിക്ക്, എനിക്ക് ദേഷ്യം വരണമെന്നായിരിക്കും. ഞാൻ താങ്കളെ പിടിച്ച് തള്ളുന്നതും അതിന് ഒരു ആന തള്ളിയാലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ.